എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നോൺ ആൽക്കഹോളിക് പ്ലം കേക്കിൻ്റെ കിടിലൻ റെസിപ്പി ആയിട്ടാണ്. നമ്മളിന്ന് വൈനും റമ്മും ഒന്നും ചേർക്കാതെ ഓറഞ്ച് ജ്യൂസിലാണ് ഈ കേക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നല്ല ടെക്സ്ചറും അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ്. നമ്മൾ റമ്മിലൊക്കെ സോക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന പ്ലം കേക്കിൻ്റെ അതേ ടേസ്റ്റിൽ വന്നിട്ടുള്ളതാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളെല്ലാം എടുത്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യലായിട്ടുള്ള എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്ലം കേക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള കാരമൽ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/4 കപ്പ് തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് കഴിയുമ്പോഴത്തേക്ക് പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി നല്ല ചൂടുള്ള ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വെള്ളം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കാരമൽ സിറപ്പ് റെഡിയായത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ ഫ്രൈ പാനിൽ തന്നെ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലിട്ടാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു 1/2 കപ്പ് കറുത്ത മുന്തിരി, ഒരു 1/4 കപ്പ് ക്രാൻബെറി, ഒരു 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി, 1/4 കപ്പ് ഡേറ്റ്സ് അരിഞ്ഞത്, പിന്നെ ഒരു 1/4 കപ്പ് കശുവണ്ടിയും ബദാമും പൊടിയായിട്ട് അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഓറഞ്ചാണ്. ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ ഓറഞ്ച് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് അതിൻ്റെ ജ്യൂസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ജ്യൂസും കൂടെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ചേർത്തിട്ട് ഇനി തീ ഓണാക്കിയതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് എടുക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെ ഉണ്ട്. ഇപ്പോൾ അതവിടെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചതും, ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ ഒരു 1/8 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത്, ഇത്രയും കൂടിയാണ് നമ്മൾ സ്പൈസ് പൗഡറായിട്ട് എടുക്കുന്നത്. മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാൻ പോവാണ്. നമ്മളിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇത് 250 മില്ലിയുടെ 1 കപ്പാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസ് മിക്സും കൂടെ ചേർത്തു. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു 1/8 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് എടുക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്ലം കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ മെഷർമെൻറ്റിൽ വരുന്നൊരു കേക്കാണ് ഇതും. അത് കണ്ടു നോക്കിയിട്ടില്ലാത്തൊരു കണ്ടു നോക്കണം. അപ്പോൾ നമ്മൾ പൊടികൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള മുട്ട വേണം. 3 മുട്ടയാണ് നമ്മളിവിടെ ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. നമ്മൾ 3 മുട്ടയാണ് എടുക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. മുട്ടത്തോടൊന്നും ഇല്ലാതെ വേണം മുട്ട എപ്പോഴും പൊട്ടിച്ച് എടുക്കാനായിട്ട്. അത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ മിക്സ് ചെയ്തത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മാവും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ 100 ഗ്രാം ഉപ്പില്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ല ക്രീമി ആകുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബട്ടറും പഞ്ചസാരയും നന്നായിട്ടിപ്പം ക്രീമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസോ വാനില എക്സ്ട്രാക്റ്റോ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കുക. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയിൽ നിന്നും ഓരോന്നായിട്ട് ചേർത്തിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുമ്പം ഈ ബട്ടർ അങ്ങനെ പിരിഞ്ഞു പോവില്ല. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്ററില്ലാത്തവർക്ക് തടിത്തവി വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തണുത്ത കാരമൽ സിറപ്പ് ചേർത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയും കൂടെ ചേർത്തിട്ട് ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ ബീറ്റ് ചെയ്യണ്ട. പൊടി ഒന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇനി നമ്മളൊരു സ്പാറ്റില വെച്ചിട്ടാണ് ബാക്കി മിക്സിങ് നടത്താൻ പോകുന്നത്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മളൊരു റൗണ്ട് ടിൻ എടുത്തിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ റൗണ്ട് ടിന്നാണ്. ഇതിൽ ബട്ടർ പേപ്പറൊക്കെ ലൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പ്ലം കേക്കിൻ്റെ ബാറ്റർ എപ്പോഴും ഇതുപോലെ കട്ടിയിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് ബേക്കായി കിട്ടുന്നത്. നിങ്ങൾക്ക് ബട്ടറിന് പകരം ഓയിൽ യൂസ് ചെയ്യാം. ഓയിൽ വെച്ചിട്ട് ചെയ്യുന്ന കേക്ക് നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാവരും മറക്കാതെ കാണാം.
മുകളിലായിട്ട് കുറച്ച് തൊലി കളഞ്ഞ ആൽമണ്ട്സും അതുപോലെ തന്നെ കുറച്ച് മുന്തിരിങ്ങയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓവൻ നമ്മളൊരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വെച്ചിട്ട് 150 ഡിഗ്രിയിൽ 50 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. 50 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുക, കേക്ക് നന്നായിട്ട് ബേക്ക് ആയില്ലെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ 170 ഡിഗ്രിയിൽ ഒന്നുകൂടെ ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് 180 ഡിഗ്രിയിൽ 50 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഇത് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വിള്ളലൊന്നും വീഴാതെ കേക്ക് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്യാം. അതിനുശേഷം ഒരു കൂളിംഗ് റാക്കിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിക്കാം. അപ്പോൾ ഈ കേക്ക് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഫ്ലേവറൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെക്കുക. ബട്ടർ പേപ്പറിൽ നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് പ്ലാസ്റ്റിക് റാപ്പിൽ പൊതിഞ്ഞിട്ട് വേണം ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട്. അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം നാളിത് കേടാകാതെ ഇരിക്കും. നമുക്കിനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞിട്ട് മാത്രം കട്ട് ചെയ്ത് കഴിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലേവറൊക്കെ ഉള്ളൊരു പ്ലം കേക്കാണ്. അപ്പോൾ നമ്മൾ റം വെച്ചിട്ടുണ്ടാക്കുന്ന പ്ലം കേക്കിൻ്റെ ടെക്സ്ചർ ആയിരിക്കില്ല നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ ചെയ്യുമ്പം. ഓരോ കേക്കിനും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ കേക്ക് എന്ന് പറയുന്നത് റമ്മും അതുപോലെ തന്നെ വൈനും ഒന്നും യൂസ് ചെയ്യാത്തവർക്ക് പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള കേക്കാണ്. പക്ഷേ കറക്റ്റായിട്ടുള്ള ടേസ്റ്റും വരുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വന്നിട്ട് 750 ഗ്രാംസാണ് വെയിറ്റ് ഇതിൻ്റെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വരും ദിവസങ്ങളിൽ നമ്മൾ ബേക്കറി സ്റ്റൈലിലുള്ള 1 kg പ്ലം കേക്കിൻ്റെ റെസിപ്പി അതുപോലെ 2 kg പ്ലം കേക്ക് അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത പ്ലം കേക്ക് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.